ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ദാറ്റ് ഈസ് ദ ഫോർത്ത് സിറ്റുവേഷൻ ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഇതിൽ ഈ പ്രോബ്ലത്തിൽ വേക്കൻസിയും ഉണ്ട്, അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. അപ്പോൾ വേക്കൻസി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അത് സെക്കൻഡ് കേസ് എങ്ങനെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആക്ച്വൽ റെൻറ്റ് കൂടുതലാണെങ്കിൽ ആക്ച്വൽ റെൻ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്, ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞാലും ആക്ച്വൽ റെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓവിങ് ടു ദ വേക്കൻസി. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കണ്ടുപിടിക്കാം എക്സ്പെക്റ്റഡ് റെൻറ്റ്, ദെൻ ആക്ച്വൽ റെൻറ്റ് 30,000 പെർ മന്ത്. ഇനി ദ ഹൗസ് റിമെയിൻഡ് വേക്കൻറ്റ് ഫോർ 2 months ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ദർ ഈസ് എ വേക്കൻസി ഫോർ 2 months. അപ്പോൾ വാട്ട് ഈസ് ദ ആക്ച്വൽ റെൻറ്റ്? ആക്ച്വൽ റെൻറ്റ് ഈസ് ഈക്വൽ ടു 30,000 into 10, ദാറ്റ് ഈസ് 3 lakhs. അപ്പോൾ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാം എങ്ങനെയാണ് ആനുവൽ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. Computation of annual value of the house for the assessment year, for the assessment year 2024 to 25. First you find the expected rent. What is the expected rent? Expected rent is, എങ്ങനെ കണ്ടുപിടിക്കും? First you make the comparison, municipal value and then fair rent whichever is higher 2 lakhs, then standard rent ആയിട്ട് കമ്പയർ ചെയ്യുന്ന whichever is lower. അങ്ങനെ വരുമ്പോൾ what is the expected rent? Expected rent is equal to expected rent is 2 lakhs rupees, 2 lakhs. Then what is the actual rent? Actual rent is 30,000 into 10 due to vacancy 10. ഇവിടെ 12 ആണ് എടുക്കേണ്ടത്, പക്ഷേ ഇവിടെ 2 months വേക്കൻസി ഉണ്ട്. അപ്പോൾ 30,000 into 10, ദാറ്റ് ഈസ് 3 lakhs rupees, 3 lakhs. Whichever is higher, that is the gross annual value. Gross annual value is rupees, gross annual value rupees 3 lakhs less municipal tax. ഇത്രയാണ് മുനിസിപ്പൽ ടാക്സ് പറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പൽ ടാക്സ് ഇൻ ദ ക്വസ്റ്റ്യൻ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ആൻഡ് ദ ടെനന്റ് ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ, ദാറ്റ് ഈസ് മുനിസിപ്പൽ ടാക്സ് ഈസ് 15,000. Then unrealized rent. It is the amount of rent which would not be recovered by the assessee even after taking genuine steps to recover the amount from the tenant. That is the unrealized rent. What is the amount? 30,000. അങ്ങനെ 2 deductions from gross annual value 45,000. Thus the annual value becomes 2,55,000. Annual value 2,55,000. 4 situations ആണുള്ളത് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ദർ ആർ 4 situations. ഈ 4 situations ബികോം സ്റ്റുഡൻസ് ആയാലും PG സ്റ്റുഡൻസ് ആയാലും അവർക്ക് തിയറി ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് 5 മാർക്സിനൊക്കെ ബികോം സ്റ്റുഡൻസിനും ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ തിയറി
തിയറി മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. അതിലെ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ദെൻ ആക്ച്വൽ റെൻറ്റ്, മുനിസിപ്പൽ ടാക്സ്, ദെൻ അൺറിയലൈസ്ഡ് റെൻറ്റ്. ഓൾ ദീസ് ആർ ദ 2 മാർക്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് ആണ് ഇത് ആനുവൽ പ്രോപ്പർട്ടി. ഫസ്റ്റ് പാർട്ടാണ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിലെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും. ആക്ച്വൽ റെൻറ്റിനെ അതർവൈസ് നോൺ ആസ് എ ഡിഫാക്ടോ റെൻറ്റ്, അങ്ങനെയും കൂടിയും ആക്ച്വൽ റെൻറ്റിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേക്കൻസി ഉണ്ട് എങ്കിൽ നമ്മളവിടെ ആക്ച്വൽ റെൻ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കൂടുതലായാലും കുറഞ്ഞാലും വേക്കൻസി ഉണ്ട് എങ്കിൽ ആക്ച്വൽ റെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.